BC 75 ജൂലിയസ് സീസറിന് 25 വയസ്സുള്ള സമയം. റോമ സാമ്രാജ്യത്തിലെ അധികാരത്തിന്റെ പടവുകൾ അദ്ദേഹം കയറിത്തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരിക്കൽ പേരെടുത്തൊരു പ്രാസംഗികനാവണമെന്ന ആഗ്രഹവുമായി ജൂലിയസ് സീസർ അപ്പോളോണിയസ് മൊളോണിന്റെ കീഴിൽ പ്രസംഗകല പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഗ്രീസിലെ റോഡ്സിലായിരുന്നു അപ്പോളോണിയസ് മൊളോൺ താമസിച്ചിരുന്നത്. സിസറോയെ പോലെയുള്ള അന്ന് വരെ റോമും ഗ്രീസും കണ്ട പ്രഗത്ഭരായ ഏറ്റവും മികച്ച വാഗ്മികളെ വാർത്തെടുത്ത പ്രാസംഗികനായിരുന്നു അപ്പോളോണിയസ് മൊളോൺ. ഏജിയൻ കടലിലൂടെ സഞ്ചരിച്ചിരുന്ന ജൂലിയസ് സീസറിന്റെ യാത്രാക്കപ്പൽ യാത്രാമധ്യേ ഫാറമക്കൗസ ദ്വീപിനടുത്ത് വെച്ച് സിലീഷ്യൻ കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്തു. ഇന്നത്തെ തുർക്കിയുടെ തെക്കൻ തീരത്ത് നിന്നുള്ള കുപ്രസിദ്ധരായ കടൽക്കൊള്ളക്കാരായിരുന്നു സിലീഷ്യന്മാർ. ആയുധങ്ങളേന്തി കപ്പലിലേക്ക് ഇരച്ചു കയറിയ കടൽക്കൊള്ളക്കാരെ നിർഭയനായി ജൂലിയസ് സീസർ വരവേറ്റു. നിങ്ങൾ ഞങ്ങളുടെ പിടിയിലാണെന്നും ഞങ്ങൾ ചോദിക്കുന്ന മോചനദ്രവ്യം നൽകാതെ നിങ്ങളെ വിട്ടയക്കില്ല എന്നും കടൽക്കൊള്ളക്കാർ സീസറിനോട് പറഞ്ഞു. ഇത് കേട്ട സീസർ തിരിച്ചവരോടൊരു ചോദ്യം ചോദിച്ചു. എത്ര തുകയാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്നെ മോചിപ്പിക്കാനുള്ള മോചനദ്രവ്യമായി ആവശ്യപ്പെടാൻ പോകുന്നത്? ഇത് കേട്ട കൊള്ളക്കാർ പറഞ്ഞു, 20 താലന്ത് വെള്ളിയാണ് ഞങ്ങൾ നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ട മോചനദ്രവ്യമായി ആവശ്യപ്പെടാൻ പോകുന്നത്. ഉടനെ സീസർ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം കണ്ട് അത്ഭുതപ്പെട്ട കൊള്ളക്കാർ അദ്ദേഹത്തോട് കാരണം ചോദിച്ചു. ഉടനെ സീസർ പറഞ്ഞു, നിങ്ങൾ എനിക്കിട്ട വില വളരെ കുറഞ്ഞുപോയി. ചുരുങ്ങിയത് ഒരു 50 താലന്ത് വെള്ളിയെങ്കിലും നിങ്ങൾ എനിക്ക് മോചനദ്രവ്യമായി ആവശ്യപ്പെടാമെന്ന്. കൊള്ളക്കാരിൽ പലർക്കും സീസറിന്റെ നിർദ്ദേശം സ്വീകാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മോചനദ്രവ്യം 20 താലന്തിൽ നിന്നും 20 താലന്ത് വെള്ളിയിൽ നിന്നും വർദ്ധിപ്പിച്ച് 50 താലന്ത് വെള്ളിയാക്കി ഉയർത്താൻ തീരുമാനിച്ചു. ഓർക്കണം, 50 താലന്ത് വെള്ളി എന്നാൽ ഇന്നത്തെ 1300 കിലോ വെള്ളിയിലധികം വരും. ഇന്നത്തെ ദശലക്ഷക്കണക്കിന് രൂപയ്ക്ക് തുല്യമായിരുന്നു അന്നത്തെ അഭീമമായ തുക. അങ്ങനെ അനുനയ ചർച്ചകളും സന്ധി സംഭാഷണങ്ങളുമായി കുറച്ച് ദിവസം കടന്നുപോയി. സീസറുടെ കൂടെ യാത്ര ചെയ്തിരുന്ന മറ്റുള്ള ചില തടവുകാരെ മോചനദ്രവ്യം ശേഖരിക്കാനായി കൊള്ളക്കാർ വിട്ടയച്ചു. പക്ഷേ സീസർ അവരുടെ തടവുകാരനായി കപ്പലിൽ തന്നെ തങ്ങി. എന്നാൽ സീസർ ഒരു സാധാരണ തടവുകാരനെ പോലെയല്ല പെരുമാറിയത്. തന്റെ കപ്പൽ റാഞ്ചിയവരെ വെറും സാധാരണക്കാരെ പോലെ, ഒരു വേള സുഹൃത്തുക്കളെ പോലെയാണ് അദ്ദേഹം കണ്ടത്. സീസർ അവർക്ക് കവിതകൾ പാടിക്കൊടുത്തു, കഥകൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇതിനൊന്നും കടൽക്കൊള്ളക്കാരിൽ നിന്നും അദ്ദേഹം ഉദ്ദേശിച്ച ലെവലിലുള്ള ഒരു പ്രോത്സാഹനം തിരിച്ചു ലഭിക്കാതെ വന്നപ്പോൾ ഒരു വേള പഠിപ്പില്ലാത്തവർ എന്ന് വിളിച്ച് അവരെ കളിയാക്കാൻ പോലും അദ്ദേഹം മടിച്ചില്ല. അവരോടൊപ്പം ആഹാരം കഴിക്കാനും ഉല്ലസിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. താൻ ഉറങ്ങാൻ പോകുന്ന നേരം ശബ്ദമുണ്ടാക്കിയ കൊള്ളക്കാരെ ശാസിക്കാനും സീസർ മടി കാണിച്ചില്ല. ഒരു വേള തമാശകൾക്കിടയിൽ താൻ മോചിപ്പിക്കപ്പെട്ടാൽ തിരിച്ചു വന്ന് എല്ലാവരെയും പിടികൂടി ശിക്ഷിക്കുമെന്നും ഭയമില്ലാതെ സീസർ വെളിപ്പെടുത്തി. ഇത്രയും വലിയൊരു തുക തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം കൊള്ളക്കാരും അദ്ദേഹത്തിന്റെ തമാശയെയും അമിത സ്വാതന്ത്ര്യത്തെയും ലഘുവായി തന്നെയാണ് കണ്ടത്. അങ്ങനെ 38 ദിവസം ജൂലിയസ് സീസർ ആ കടൽക്കൊള്ളക്കാരുടെ തടവിൽ കഴിഞ്ഞു. 38ാമത്തെ ദിവസം മോചനദ്രവ്യങ്ങൾ ശേഖരിക്കാൻ വിട്ട തടവുകാർ മോചനദ്രവ്യങ്ങളുമായി തിരിച്ചെത്തി. ഭീമമായ അളവിൽ വെള്ളി കൈമാറിയതോടെ ആഹ്ലാദം കൊണ്ട് മതിമറന്ന കടൽക്കൊള്ളക്കാർ സീസറെ മോചിപ്പിച്ചു. മിലേറ്റസ് തുറമുഖത്തിന് സമീപം കപ്പലടുപ്പിച്ച അവർ സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കി. എന്നാൽ സീസർ തമാശ പറഞ്ഞതായിരുന്നില്ല. നാട്ടിൽ തിരിച്ചെത്തിയ സീസർ ചെയ്തത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു നേവൽ ഫ്ലീറ്റ് സംഘടിപ്പിക്കുകയാണ്. തുടർന്ന് സിലീഷ്യൻ കടൽക്കൊള്ളക്കാരെ പിന്തുടർന്ന് പിടികൂടിയ സീസർ ഒന്നൊഴിയാതെ അവരെ വധിക്കാൻ ഉത്തരവിട്ടു. കുരിശിലേറ്റി കൊല്ലാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് എല്ലാ കൊള്ളക്കാരുടെയും കഴുത്തറക്കാൻ, അതായത് കണ്ഠനാളം മുറിക്കാൻ സീസർ ഉത്തരവിട്ടു. അതിൻ്റെ ഒരു കാരണമുണ്ടായിരുന്നു. സീസറെ തടവിലാക്കിയെങ്കിലും ഈ കൊള്ളക്കാരിൽ ആരും തന്നെ അദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറുകയോ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയോ ചെയ്തില്ലായിരുന്നു. ആ ഉപകാരത്തിന് സീസർ പ്രത്യുപകാരം ചെയ്തത് കുരിശിലേറ്റി നരകിപ്പിക്കുന്നതിന് പകരം അതിനു മുമ്പ് അവരുടെ മരണം വേഗത്തിലാക്കി കൊടുക്കാൻ വേണ്ടി കഴുത്തറുത്തുകൊണ്ടായിരുന്നു.